ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചിരുന്നത് ബേസിക് ആയിട്ടുള്ള ഒത്തൻറ്റിക് സ്പഞ്ച് കേക്കാണ്. 4 ഇൻഗ്രീഡിയൻറ്റേ നമുക്ക് ആവശ്യമുള്ളൂ സ്പഞ്ച് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വാനില എസൻസ് പോലും വേണ്ട. ശരിക്കും 4 ഇൻഗ്രീഡിയൻറ്റ്. ഞാനിപ്പോൾ സ്റ്റാൻഡ് ബീറ്ററിലാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ഹാൻഡ് ബീറ്ററിലും ചെയ്യാൻ പറ്റും, പക്ഷേ ബീറ്റർ വേണം. കൈകൊണ്ട് ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്ക് ഒരുപാട് നേരം മുട്ട ബീറ്റ് ചെയ്യേണ്ടതാണ്. ഏകദേശം ഒരു 10-15 മിനിറ്റോളം നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാനുണ്ട്. ഞാനിവിടെ ബീറ്ററിൻ്റെ പാത്രത്തിലോട്ട് 6 മുട്ട പൊട്ടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ കേക്ക് ടിൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഏകദേശം കറക്റ്റായിട്ട് കേക്ക് മാത്രം നമുക്ക് ഈ സ്പഞ്ച് കേക്ക് മാത്രം നമുക്ക് 1 കിലോ വരും. പിന്നെ ഡെക്കറേഷന് നമ്മൾ ഈ കേക്ക് നമുക്ക് ഏതിന് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതൊരു ബേസിക് സ്പഞ്ച് കേക്കാണ്. നമുക്ക് വെറുതെ കഴിക്കാനും ഉപയോഗിക്കാം, വേറെ ഡെക്കറേഷൻസിനും വേറെ കേക്കായിട്ട് കൺവേർട്ട് ചെയ്യാനും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാം. ഇതൊരു ബേസിക് റെസിപ്പിയാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കേക്ക്സ് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെല്ലാം ഞാൻ പോകെ ഈ കേക്ക് വെച്ചിട്ട് എങ്ങനെയാണോ അത് ബിൽഡ് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് ഒരു ബേസിക് സ്പഞ്ച് കേക്ക് മാത്രം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ഞാൻ കേക്ക് ടിൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ വീഡിയോയിൽ പറഞ്ഞ മാതിരി തന്നെ കുറച്ച് മൈദയും എണ്ണയും തേച്ചിട്ട്, ആദ്യം എണ്ണ തേച്ചിട്ട് അതിന് മേലെ മൈദ തൂവി കൊടുത്തു. എന്നിട്ട് എല്ലാ സൈഡും സ്പ്രെഡ് ചെയ്തു. എന്നിട്ട് അതിനെ തട്ടിക്കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ 6 മുട്ട ആഡ് ചെയ്ത് കൊടുത്തു. റൂം ടെമ്പറേച്ചറിലായിരിക്കണം മുട്ട, അത് മാത്രം ശ്രദ്ധിക്കണം. കേക്ക് മാത്രം 1 കിലോ വരും, അതും ശ്രദ്ധിച്ചോളൂ. പിന്നെ ഡെക്കറേഷനൊക്കെ വരികയാണെങ്കിൽ പിന്നെയും കേക്ക് വെയിറ്റ് ജാസ്തിയാവും. ഓക്കെ, ഞാൻ മുട്ട ബീറ്റ് ചെയ്യാണ്. ആദ്യം ഒരു 5 മിനിറ്റ് ഞാൻ നന്നായി ബീറ്റ് ചെയ്തെടുത്തു. നന്നായി ബീറ്റ് ചെയ്ത ശേഷം നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇതിലോട്ട് നമുക്ക് 1 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. കണ്ടോ, നല്ല പതഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഇനിയും ഡബിൾ ആവണ വരെ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അത് ഏകദേശം 8-10 മിനിറ്റ് ആവും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ. ഒന്നിച്ചിട്ട് പഞ്ചസാര ആഡ് ചെയ്യരുത്, കുറച്ചായിട്ട് ഓരോ സ്പൂണായിട്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇത്തിരി ക്ഷമയുള്ള പരിപാടിയാണ്, പക്ഷേ അതുകൊണ്ടാണ് ഈ സ്റ്റാൻഡ് ബീറ്റർ കുറച്ച് വർക്ക് ചെയ്യുന്നത് പറയുന്നത്. നമ്മൾ കൈ കൊണ്ട് ഹാൻഡ് ബീറ്റർ ആണെങ്കിൽ നമ്മളത് നിന്ന് തിരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഓരോ സ്പൂണ് ഈ മുട്ടയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പഞ്ചസാര ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് പൗഡറായി കിട്ടും. നമ്മുടെ പഞ്ചസാര കുറച്ചുകൂടെ തരിയുള്ള പഞ്ചസാര അല്ലേ, അപ്പോൾ അതൊന്ന് പെട്ടെന്ന് ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് തരിയുള്ള പഞ്ചസാര മുട്ടയിലോട്ട് ചേർന്ന് പഠിക്കാൻ ഒരുപാട് സമയമെടുക്കും. 10 മിനിറ്റ് ഒന്നുമല്ല. അപ്പം ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ നമുക്ക് ആ 10 മിനിറ്റിൽ കറക്റ്റായിട്ടുള്ള പാകമായിട്ട് വരും. അപ്പോൾ ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് ഒന്ന് പൾസ് ചെയ്തെടുത്തതാണ് 2-3 പ്രാവശ്യം. അത് ഞാൻ ഓരോ സ്പൂണും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മുഴുവൻ ആഡ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഞാൻ ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ 10 മിനിറ്റ് ഞാൻ ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് കണ്ടോ, എൻ്റെ ഡബിൾ ആയിരിക്കണം കണ്ടോ, നല്ല സിൽക്കി സ്മൂത്തായി വന്നിരിക്കുകയാണ്. മുട്ടയും പഞ്ചസാരയും കൂടെ ബീറ്റായിട്ട്. ഇനി നമുക്ക് ബീറ്റർ ഓഫ് ചെയ്തിട്ട് എടുത്തിട്ട് ബീറ്റർ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ബീറ്ററുടെ ആവശ്യമില്ല, കാരണം ഇനി നമ്മൾ ബീറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ മുട്ട താഴ്ന്നു പോകും. നമുക്ക് ആ സ്പഞ്ച് കേക്കിൻ്റെ സ്പഞ്ച്നെസ് വരണമെങ്കിൽ ഈ ഫ്ലഫിനെസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അവിടെ ഞാൻ ഈ ബീറ്റർ ഇനി മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ പാത്രത്തിലോട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും എടുത്തിട്ടുണ്ട്. രണ്ടും അളന്ന് വെച്ചതാണ്. ഞാനതൊരു അരിപ്പയിൽ കൂടെ കുറച്ച് മുഴുവൻ ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ആഡ് ചെയ്യണത് കുറച്ച് ആഡ് ചെയ്തിട്ട് ഒരു വിസ്കോണ്ട്, നമ്മുടെ മുട്ട ബീറ്റ് ചെയ്യുന്ന വിസ്കില്ലേ, ഞാനിപ്പോൾ സിലിക്കോൺ വിസ്കാണ് എടുത്തിരിക്കുന്നത്. ഏതെങ്കിലും ഒരു വിസ്കോണ്ടോ ഒരു സ്പാച്ചുലോണ്ടോ ഒരു കയ്യിലോണ്ടോ നന്നായി കുറച്ച് ആഡ് ചെയ്ത് ആ അരിപ്പയിൽ കൂടെ കുറച്ച് ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. സ്പീഡിലോ ഒന്നും മിക്സ് ചെയ്യരുത്. സ്പഞ്ച്നെസ് പോവാതെ, ആ പതഞ്ഞ് വന്നത് പോവാതെ, താഴ്ന്നു പോവാതെ നല്ല സോഫ്റ്റായിട്ട് വേണം ഡീൽ ചെയ്യാൻ. അവസരപ്പെടരുത്. കുറച്ച് ക്ഷമയുള്ള സാധനമാണ് ഈ കേക്ക് ഉണ്ടാക്കൽ. കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒട്ടും പുറത്ത് കാണാൻ പാടില്ല. മൈദ ഒട്ടും പുറത്ത് കാണാൻ പാടില്ല. എല്ലാം ആ ലിക്വിഡിലോട്ട് ചേർന്ന് വരണം. അപ്പോൾ കുറച്ച് സമയമെടുക്കും. ഇതെല്ലാം ഞാൻ കുറച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഈ മുട്ടയിലോട്ട്. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ.
കേട്ടോ. പതുക്കെയാണ് ഞാനത് മിക്സ് ചെയ്യുന്നത്. എത്ര പതുക്കെയാണോ നോക്കൂ ഞാൻ മിക്സ് ചെയ്യണത്. അതേമാതിരി എല്ലാം ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. മുഴുവൻ മൈദയും ആഡ് ചെയ്ത് കഴിഞ്ഞു. മൈദയും ബേക്കിംഗ് പൗഡറുമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പം എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് റിബൺ മാതിരി വരണുണ്ടോ. ഇതാണ് നമ്മുടെ കറക്റ്റ് പാകം. മുട്ടയൊന്നും താഴ്ന്നു പോയിട്ടില്ല, പതഞ്ഞ് വന്നൊന്നും താഴ്ന്നു പോയിട്ടില്ല. ഇനി നമുക്ക് ഇത് ഞാൻ 2 പാനിലായിട്ടാണ് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞില്ല ഇത് കേക്ക് മാത്രം 1 കിലോ വരും. ഇപ്പോൾ 2 പാനിലായിട്ട് 8 ഇഞ്ചിൻ്റെ 2 പാനിലായിട്ട് ഞാൻ ബേക്ക് ചെയ്യാൻ പോകണം. ഞാൻ എൻ്റെ കയ്യിൽ ഒരു സ്കെയിലുണ്ട്, കിച്ചണിൽ യൂസ് ചെയ്യുന്ന വെയിങ് സ്കെയിലുണ്ട്. അപ്പോൾ അതിൽ വെച്ചിട്ട് ഞാൻ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം ഒരേപോലെ. ഇപ്പം 2 കേക്കും ഒരേ അളവിൽ വരും. ഇല്ലെങ്കിൽ നമുക്ക് ഒന്ന് ഒരു മനസ്സുകൊണ്ട് ഒന്ന് കണക്ക് കൂട്ടിയിട്ട് 2ഉം പാതി എടുത്തിട്ട് മിക്സ് ചെയ്യുക. 2 പാനിലോട്ട് ആക്കി കൊടുത്താൽ മതി. ഈ ഒരു പാനിൽ ഒന്നിച്ചിട്ട് കൊള്ളില്ല, ബാറ്റർ പൊന്തിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏത് പാനാണോ എടുക്കേണ്ടത് ആ പാനിൻ്റെ അരഭാഗം മാത്രം, അല്ലെങ്കിൽ ഒരു 1/4 ഭാഗം മാത്രം നിറച്ചാൽ മതി. പിന്നെ കാരണം ഓവനിൽ ബേക്കാവുമ്പോൾ പൊങ്ങി വരും. അപ്പോൾ അതാ ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. 180 ഡിഗ്രി സെൽഷ്യസിൽ ആദ്യം തന്നെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കൺവെക്ഷൻ ഓവൻ ആണെങ്കിൽ 160 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്യുക. ഒരു 20-25 മിനിറ്റ്സ് ഞാൻ ബേക്ക് ചെയ്തെടുത്തതാണ്. ഞാൻ ഒരു നൈഫ് കൊണ്ടോ, ഞാനിപ്പോൾ ഒരു ബട്ടർ നൈഫ് കൊണ്ട് സൈഡെല്ലാം ഒന്ന് വിട്ടു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്ലേറ്റിലോട്ടോ റൊട്ടേറ്റിംഗ് ടേബിളിലോട്ടോ ആക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കേക്കിൻ്റെ കാർഡ്ബോർഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്പോഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതേമാതിരി ഞാൻ മറ്റേ കേക്കും വേറൊരു ഹാഫ് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഞാൻ ബേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് റെഡിയായി, ചൂടാറിയിട്ടുണ്ട്. തുറന്നെടുത്തു, കണ്ടോ എത്ര സോഫ്റ്റാണോ നോക്കൂ. കാണിച്ചു തരാം, ക്ലോസപ്പിൽ ഞാൻ കാണിച്ചു തരാം. നല്ല സ്പോഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നത്. പതഞ്ഞ് വന്നതും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെയും ഓവനിലിരുന്നത് വലുതാവുകയാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ആ എയർ ഹോൾസൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒത്തൻറ്റിക് സ്പഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒരുപാട് റെസിപ്പീസ് നമുക്ക് ഇതിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പം ഇതൊരു ബേസിക് കേക്കാണ്. ഇതെല്ലാവരും ഇതിൻ്റെ നോട്ട്സ് എല്ലാം കയ്യിൽ വെച്ചോളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഇത് വെച്ചിട്ട് ഒരുപാട് കേക്കുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതെല്ലാം ഞാൻ കാണിച്ചു തരാം പോകെ. ഞാൻ ഒന്ന് ക്ലോസപ്പിൽ കാണിച്ചു തരാം എങ്ങനെയാണ് കേക്ക് എന്നുള്ളത്. കണ്ടോ എത്ര സ്പോഞ്ചിയാണ് നോക്കൂ. പ്രസ് ചെയ്ത് നോക്കിയാൽ ശരിക്കും ഭയങ്കര സ്പോഞ്ചിയാണ്. എനിക്ക് പ്രസ് ചെയ്യാൻ തന്നെ ഇഷ്ടമാവണില്ല, കാരണം ആ സ്പോഞ്ചിനെസ് പൂവ് പേടിച്ചിട്ട്. അപ്പം അത്രയും സോഫ്റ്റാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഉണ്ടാക്കുക. ഇത് വെറുതെ കഴിക്കണം, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.